ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ സാന്നിധ്യത്തിൽ, ഈശോയുടെ സമാധാനത്തിൽ നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. കുരിശിൻ വഴിയുടെ 7ാമത്തെ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം, നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നൊരു കാര്യം, ഈശോ 2ാം പ്രാവശ്യം വീഴുന്ന ഒരു സന്ദർഭമാണ്. 1 അല്ല, 2 അല്ല, 3 അല്ല, 30 തവണയൊക്കെ വീണ ഒരു ചരിത്രം, ഒരു സങ്കടം നമുക്കെല്ലാം നിൽക്കുന്നുണ്ട്. ചിലപ്പം ഇന്നും വീണ് പോയേക്കാം. ചില സങ്കടങ്ങളിൽ, ചില പരാജയങ്ങളിൽ ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് വീണ്ടും വീണുപോയ അവസ്ഥകളുണ്ട്. ഒത്തിരി കുമ്പസാരിച്ചിട്ടും പഴയ പാപങ്ങളിലേക്കൊക്കെ വീണുപോയ അവസ്ഥകൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട്. ദേഷ്യപ്പെടരുന്ന് ആഗ്രഹിച്ചു, ദേഷ്യപ്പെട്ടു. സങ്കടപ്പെടരുന്ന് ആഗ്രഹിച്ചു, വീണ്ടും സങ്കടപ്പെട്ടു. പൗലോസ്ലീഹയുടെ വാക്കുകൾ കടമെടുത്താൽ, ഞാൻ ഇച്ഛിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന തെറ്റുകൾ തന്നെ ഞാൻ വീണ്ടും ചെയ്തു പോകുന്നു. പൗലോസ്ലീഹ ഒരു സുന്ദരമായ ന്യായമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുന്നത് ഞാനല്ല, എന്നിലുള്ള പാപമാണെന്ന്. നമ്മളും പാപികളാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ഒക്കെ. ഒരുപാട് വീഴ്ചകൾ, ഒരുപാട് വീക്ക്നെസ്സുകൾ, ഒരുപാട് കുറവുകൾ, ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ള സാധാ കുഞ്ഞു മക്കളാണ്. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം സൂപ്പർ പവർ മനുഷ്യരായി മാറുന്ന കുഞ്ഞു മക്കളാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ മുമ്പിലും വീണിട്ടില്ലേ നമ്മൾ? പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. കർത്താവെ, എല്ലാറ്റിനും ഉപരി നിന്നെ ഞാൻ സ്നേഹിച്ചോളാം, ഫസ്റ്റ് പ്രയോറിറ്റി നിനക്കാണ്. എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നിന്നെ ഓർത്ത് ഞാൻ ജീവിച്ചോളാം, വിശുദ്ധിയിൽ ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് 2, 3, 30 തവണ നമ്മൾ വീണ് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്, പ്രിയപ്പെട്ട സഹോദരിക്ക് ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു തരികയാണ്. എന്താണെന്നറിയോ? നീ എത്ര പ്രാവശ്യം വീണെന്നോ, വീണ കുഴികളിൽ നീ എത്ര കാലമായി കിടക്കുന്നെന്നോ ഒന്നും ഈശോ നോക്കുന്നില്ല. ഹി ഈസ് ലുക്കിംഗ് വെദർ യു ആർ ട്രൈയിങ് ടു ഗെറ്റ് അപ്പ്. നീ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നുണ്ടോന്നാ ഈശോ നോക്കുന്നത്. ഇന്നും ചിലപ്പോൾ പ്രിയപ്പെട്ട ഒരാളോട് ദേഷ്യപ്പെട്ട് കാണും, ഇന്നും ചിലപ്പോൾ നിരാശപ്പെട്ട് കാണും, ഇന്നും ചിലപ്പോൾ മതി എന്ന് തോന്നിപ്പോയി കാണും. വീണ്ടും അതേ കുഴിയിലേക്കാണ് വീണത്. ഇന്നും ഈ തെറ്റ് ചെയ്യരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അതേ തെറ്റ് തന്നെ ആവർത്തിച്ചുണ്ടാകാം. ഐ ടെൽ യു അഗൈൻ, നീ എത്ര തവണ ഈ കുഴി വീണെന്നോ, ആ കുഴിയിൽ നീ എത്ര കാലം കിടക്കുന്നൊന്നും അല്ല ഈശോ നോക്കുന്നത്. നീ അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഈശോ നോക്കുന്നുണ്ട്. ഒരു തവണ വീണ ഈശോ ഇതാ ഈ 7ാം സ്ഥലത്ത് 2ാം തവണ വീണു. 2ാം തവണ വീണിട്ട് അവിടെ കിടക്കുകയല്ല, എഴുന്നേറ്റ് നടന്നു. ഈശോ വീണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞ് മനുഷ്യായുസിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ഞാനും നിങ്ങളും ഒത്തിരി തവണ വീണേക്കാം. വീണതല്ല ഈശോ നോക്കുന്നത്, വീണതല്ല ലോകം നോക്കുന്നത്. നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെന്നാണ്. എഴുന്നേറ്റ് നടക്കാൻ റെഡിയാണെങ്കിൽ, ഈ കുരിശിൻ്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട് ശരീരവും മനസ്സും ഒക്കെ നീറി പുകയുമ്പോഴും ഒരു കാലെടുത്ത് വെക്കാൻ നീ വീണ്ടും തയ്യാറാകുന്നുണ്ടെങ്കിൽ, അടുത്ത കാല് വെക്കാനുള്ള ഒരു വെട്ടം ഈശോ കുഞ്ഞെ നിനക്ക് തന്നിരിക്കും. ഇവിടെ കിടന്നാൽ നീ ആ കുഴിയിലായിപ്പോകും. ഈ പരാജയത്തിൽ, ഈ തിക്താനുഭവങ്ങളിൽ, ഈ തിരസ്കാരങ്ങളിൽ, ഈ വേദനയിൽ നീ കിടന്നു പോയാൽ അവിടെ കിടന്നു പോകത്തേ ഉള്ളൂ. ആരും സഹായിക്കാനുണ്ടാവില്ല. നീ നടക്കേണ്ട വഴി നീ തന്നെ നടന്നേ മതിയോ. നീ ചാടിക്കയറേണ്ട കുഴികളിൽ നിന്ന് നീ തന്നെ ചാടിക്കയറേണ്ട ഒരു ചലഞ്ചാണ് മുമ്പിലുള്ളത്. ആൻഡ് ഏറ്റവും വലിയ ആശ്വാസം, എഴുന്നേറ്റ് നടന്ന ഈശോ മുമ്പേ നടക്കുന്നുണ്ടെന്നാണ്. വീണ് കിടക്കാൻ, ഇതൊക്കെ അവസാനിപ്പിക്കാൻ, ഇത്രയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാൻ ഒരു 100 കാരണങ്ങൾ നമുക്ക് എഴുന്നേക്കാൻ ഒറ്റ കാരണം, വെളിച്ചമായി ഈശോ മുമ്പിലുണ്ട്, അവൻ മുന്നേ നടക്കുന്നുണ്ടെന്നാണ്. സോ കീപ് വാക്കിംഗ് ഫോർവേഡ്. പുറകോട്ട് നടക്കാനോ, ഇവിടെ നിന്ന് പോകാനോ, സ്റ്റക്കായിട്ട് നിൽക്കാനോ എനിക്കോ നിങ്ങൾക്കോ ഒരു ഓപ്ഷൻ ഇല്ല. ഈ ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കുന്നു. പൗലോസ്ലീഹയുടെ വാക്കുകൾ വീണ്ടും കടമെടുത്താൽ, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. ഒരു പുലരി നാളെ ഉണ്ട് അല്ലേ? ഈ രാവ് തെളിയും, നാളെ ഒരു പ്രകാശമുണ്ട്. ഒരു ടണലിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ഒരു വലിയ വട്ടം കാണുന്നു, ഒരു കുഞ്ഞു ഹോള് അപ്പുറം കാണുന്നു. നമുക്ക് നടക്കാം. ഈ ടണലിൽ കൂടെ തന്നെ നടക്കാനേ വേറെ വഴിയില്ലെങ്കിൽ ജസ്റ്റ് കീപ് വാക്കിംഗ് ഫോർവേഡ്. ഈ ടണലിന് ഒരു അറ്റം ഉണ്ടല്ലോ, അവിടെ നീ എത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു കുഞ്ഞു വെട്ടമേ ആ ടണലിൻ്റെ അറ്റത്ത് കാണുന്നുള്ളൂ. ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് കീപ് 1 സ്റ്റെപ്പ് ഫോർവേഡ്. അടുത്ത കാലം വയ്ക്കാനുള്ള വെട്ടം തരാൻ ഈശോ നമുക്കുള്ളത് കൊണ്ട് ഈ ടണലിന് അപ്പുറത്തേക്ക് നമുക്ക് കടന്നെല്ലാം പറ്റും. നമുക്ക് നടക്കാം. ഇന്നും വീഴും, വീണിട്ടുണ്ടാകാം, നാളെ ചിലപ്പം വീണേക്കാം. എഴുന്നേക്കണമല്ലോ, ഈശോ മുമ്പിലില്ലേ? എഴുന്നേറ്റ് നടക്ക്. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ വിശുദ്ധ കുരിശ് നിങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. ഈശോ മിശിഹായെ ഞങ്ങൾ ഒന്നിച്ച് അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ വീണ്ടും രക്ഷിക്കുന്നു. ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.